അവരോട് ആ ചോദ്യം ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ എന്നോടൊപ്പം ഇതിന്റെ തുടക്കം മുതൽ നിലകൊണ്ട രാഹുൽ ഈശ്വറും 10-25 ചെറുപ്പക്കാരും അവരെ അറസ്റ്റ് ചെയ്തു. അവരെ ഇവിടെ എങ്ങും പത്തനംതിട്ടയിൽ പോലും സബ് ജയിലില്ലാതെ കൊട്ടാരക്കര സബ് ജയിലിൽ കൊണ്ടാക്കി. ഇന്നലെ കൊട്ടാരക്കര സബ് ജയിലിൽ പോയി അവരെയും കണ്ടിട്ടാണ് രാത്രി 3-4 മണിയായപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ എത്തിയത്. അതിരാവിലെ അറിയുന്നു ഇവിടെ 18-ാം പടിക്ക് തൊട്ടു താഴെ വരെ നടപ്പന്തലിന്റെ അടുത്തുവരെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ IPS അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അകമ്പടിയെന്ന് ഞാൻ പറയുന്നില്ല, സംരക്ഷണത്തിൽ 18-ാം പടി കയറാം എന്ന ധാരണ ഈ ചുംബന സമരമുണ്ടായപ്പോൾ അതിന്റെ നേതൃത്വത്തിലിരുന്നവർ, ആക്ടിവിസ്റ്റുകൾ, അതുപോലെ ഏതാണ്ട് സെക്സ് ടൂറിസത്തിന്റെ വക്താക്കൾ അടക്കമുള്ള പെൺകുട്ടികൾക്ക് ശബരിമല കയറുവാൻ ഈ ഗവൺമെന്റ് അനുവാദം നൽകരുത്. നൽകിയാൽ ഞങ്ങൾ സമരത്തിനുമില്ല, തല്ലിനുമില്ല. പക്ഷേ ഈ ക്ഷേത്രത്തിന്റെ ആദ്യകാല അനുഭവം മുതൽ ഉള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ ഇവിടത്തെ ആചാര സംരക്ഷണം നിൽക്കുന്ന സന്ദർഭത്തിൽ ക്ഷേത്രം അടയ്ക്കണം എന്ന് പറയാനുള്ള സാഹചര്യം രാജകുടുംബത്തിന്റെ പരമ്പരയ്ക്കുണ്ട്. അത് പറഞ്ഞാൽ അടയ്ക്കുവാനുള്ള ബാധ്യത തന്ത്രിക്കുണ്ട്. ഇരുകൂട്ടരും അത് തയ്യാറായില്ലെങ്കിൽ വിശ്വാസികൾ അതിലേക്ക് പോകേണ്ടി വരും. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ വ്യക്തമായി ആദ്യം മുതൽ ഈ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കിയ ഒരുവനാണ് ഞാൻ. ഒരാളും ഇന്നുണ്ടായിരുന്നില്ല. രണ്ടാമതൊരാൾ എന്നോടൊപ്പം കൂടിയത് രാഹുൽ ഈശ്വർ മാത്രമാണ്. ഞങ്ങൾ ആദ്യമായി തിരുവനന്തപുരത്ത് ഹനുമാൻ ക്ഷേത്രത്തിലാണ് ഒക്ടോബർ മാസം 2-ാം തീയതി ഗാന്ധി ജയന്തി ദിനത്തിൽ ഒരു പ്രാർത്ഥനായജ്ഞം നടത്തിയത്. ആ പ്രാർത്ഥനായജ്ഞത്തിൽ ഒത്തുകൂടിയ ഭക്തന്മാരുടെ ആ മുന്നേറ്റം കണ്ടാണ് പന്തളം രാജകുടുംബം ഇങ്ങനെ ഒരു നടപടികൾക്ക് നേതൃത്വം നൽകിയത്. 3000 ആൾക്കാരെ പ്രതീക്ഷിച്ചിടത്ത് അവിടെ 30,000 ഉണ്ടായി. ഈ കേസിന് വളരെ ആർജവത്തോടുകൂടി എനിക്ക് മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായ പ്രേരണയല്ല. നിങ്ങളുടെ അഭിഭാഷകനാര്, നിങ്ങൾ അഫിഡവിറ്റ് മാറ്റിക്കൊടുത്തോ എന്ന് എന്നോട് ആദ്യം ചോദിക്കുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയതിൻ്റെ 3-ാം നാൾ ചോദിക്കുന്നത് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരിയിൽ നടന്നപ്പോൾ അവിടെ 50,000-ന് മുകളിലായി. ഈ 2-3 സംഭവങ്ങളാണ് നമ്മുടെ ശബരിമലയിലെ വിളിച്ചു വരുത്തിയ ജലപ്രളയത്തിന് പിന്നാലെ ഒരു ജനപ്രളയമുണ്ടായത്.